ഇന്ത്യൻ്റെ അവസാന ഗ്രാമമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ടല്ലോ നിങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ ലൈൻ ഓഫ് കൺട്രോളാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം പാകിസ്ഥാൻ. ഞാൻ ഫുൾ അണ്ടർ എക്സ് സൂമിലിട്ടാട്ടോ. ഈ മലമുകളിൽ ഞാൻ ഈ ഫോക്കസ് ഇട്ടായി കാണുന്നത് ഇന്ത്യൻ ബങ്കറുകളാണ്. വില്ലേജ് വൈബ്സിന് മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലഡാക്കിലാണ്. ലഡാക്കിലെ നുബ്രാവാലിലാണുള്ളത്. ഇനി ഇവിടുന്ന് തുർത്തുക്കിലേക്കാണ് പോകുന്നത്. തുർത്തുക്ക് എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഒരു മനോഹരമായ ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല കിതപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് കണ്ടങ്ങനെ പോവാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. നമ്മൾ ഇവിടുന്ന് തുർത്തുക്കിലേക്ക് പോവാണ് കേട്ടോ. ഈ മലനിരകളൊക്കെ നോക്കണേ, നമ്മുടെ നാട്ടിൽ എംസാൻഡിൻ്റെ കോറി പ്രവർത്തിക്കണമായിരിക്കില്ല. ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ എംസാൻഡ് കൊഴിഞ്ഞു വരുന്ന രീതിയിലാണിത്. ലേ ജില്ലയിലെ നുബ്ര തഹസിലാണ് തുർത്തുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഷിയോക്ക് നദിയുടെ തീരത്താണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ഗ്രാമം ബാൾട്ടിസ്ഥാൻ മേഖലയിലാണ്. ഇത് ഇന്ത്യയുടെ ഭാഗമായ തുർത്തുക്ക് ബ്ലോക്കിലെ 5 ഗ്രാമങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം പാകിസ്ഥാൻ ഭരണത്തിന് കീഴിലാണ്. ബാൾട്ടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയിലെ ഏക ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമങ്ങൾ. നമ്മളിപ്പോൾ കാണുന്ന ഈ മലനിരകളെല്ലാം സിയാച്ചിൻ മലനിരയുടെ ഭാഗമായിട്ടുള്ളതാണ്. ലേ നഗരത്തിൽ നിന്നും 250 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ഇന്ത്യയുടെ ഏറ്റവും വടക്കുള്ള ഗ്രാമമാണ്. പാകിസ്ഥാന്റെ കൈവശമായിരുന്ന ഇവിടം 1971 യുദ്ധത്തിൽ ഇന്ത്യ പിടിച്ചെടുത്തു. കൂടുതൽ മുസ്ലിങ്ങളായ ഇവിടെയുള്ള ജനങ്ങൾ ബാൾട്ടി, ലഡാക്കി, ഉറുദു എന്നീ ഭാഷകളാണ് സംസാരിക്കുന്നത്. തുർത്തുക്കിന്റെ അതിർത്തിക്ക് ശേഷം പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ഗൽഗീത് ബാൾട്ടിസ്ഥാൻ ആണുള്ളത്. 2009 വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുത്ത തുർത്തുക്ക് നിയന്ത്രണരേഖ ഇപ്പുറം യാത്രക്കാർക്ക് അനുവദിച്ചിട്ടുള്ള അവസാന സ്ഥലങ്ങളിലൊന്നാണ്. ഇവിടെ മുസ്ലിങ്ങളാണ് കൂടുതലുള്ളതെങ്കിലും ബുദ്ധമത വിശ്വാസികൾ നിർമ്മിച്ച ഒരുപാട് കെട്ടിടങ്ങൾ ഇവിടെ കാണാം. ഞാൻ ഒന്നുകൂടി പോയിട്ട് വരാന്നാല് ആട് കാണിട്ട് ഞാൻ തിരിച്ചിട്ട് വരാം. ഇവിടെ പലതിനും ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും, കാരണം ഭയങ്കര കാറ്റാണ്. ഇപ്പൊ എന്താ കുറച്ച് മോശം റോഡായിട്ടുണ്ട് കേട്ടോ. ഈ തുർത്തുക്ക് സന്ദർശിക്കുവാനും നമുക്ക് ഇന്നർലാൻഡ് പെർമിറ്റ് ആവശ്യമുണ്ട്. नाम क्या है? हीरा हुसैन। जुनैद अली है नाम? वहीन अली। चॉकलेट चाहिए अभी? इधर दुकान है, इधर है ये दुकान में चॉकलेट है? चॉकलेट चाहिए? चॉकलेट दुकान है हमारे पास है। दुकान है इधर? हाँ। ये दुकान में है? मुझे आइसक्रीम में वो
ഇവർക്ക് മുട്ടായി ആണെന്നാണ് എൻ്റെ ഒപ്പം കൂടിയാണ്. पाँच 5 ये अभी रेडी नहीं? वो नहीं, इधर दुकान है, इधर दुकान है. ഒരു ചോക്ലേറ്റ് പറഞ്ഞിട്ട് കടി കയറി, അവിടെ സാധനമില്ല, ഇനി ഇവിടെ കടിയില്ല എന്ന് പറഞ്ഞു. അവിടെ മുന്നിലൊരു കടണ്ട് പറഞ്ഞിട്ട് കൊണ്ടുപോകട്ടെ ഒരു. നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന നദി ഷിയോക്ക് നദിയാണ് കേട്ടോ. ഇത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കാണ് ഇത് ഒഴുകുന്നത്. ഒരു തൂക്കുപാലം നോക്കുകയാണെങ്കിൽ ഇത് സ്പീഡ് പോയാൽ തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ട് വിടണമായിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് ഒരു തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഫീലില്ല? അങ്ങനെ തന്നെ നമ്മൾ തുർത്തുക്ക് എന്ന് പറഞ്ഞ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബോർഡറിലേക്ക് കുറച്ചും കൂടി യാത്ര ചെയ്യാണ്ട് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കാൻ കരിങ്കല്ല് ഇങ്ങനെ ചാരി വെച്ചാട്ടോ. എൻ്റെ മേലെ വൈക്കോലൊക്കെ വെച്ചിരിക്കണ്, പശുക്കൾക്കുള്ളതാവും. ഇത് ഒരു കുറച്ച് സിമെൻ്റൊക്കെ ഇട്ട് തേച്ച വീടാട്ടോ. എല്ലാത്തിനും മുകളിൽ വൈക്കോലുണ്ട്. ഇന്ത്യയിലെ അവസാനത്തെ വില്ലേജിലേക്ക് നമ്മൾ എത്താനായിട്ടാവും. നമ്മളിപ്പോൾ തുർത്തുക്കിലെ താങ് വില്ലേജിലെത്താം. ഇന്ത്യയിലെ അവസാനത്തെ വില്ലേജ്. ഈ കാണുന്നത് ലൈൻ ഓഫ് കൺട്രോൾ ആണ്. ഇതിനപ്പുറം പാകിസ്ഥാനാണ്. അതായത് ഇന്ത്യൻ്റെ മാപ്പിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയാണ്, പക്ഷെ അവിടെ ജീവിക്കുന്നത് പാകിസ്ഥാനാണ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഇപ്പോൾ ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. അടുത്ത വീടുകളൊക്കെ നോക്കുകയാണെങ്കിൽ കാണുന്നുണ്ട്. എത്ര ഇതിനപ്പുറം കിട്ടൂല കേട്ടോ. എൻ്റെ മുന്നിലേക്ക് കാണുന്ന ഈ മല ഉണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറം പാകിസ്ഥാനാണ്. ഈ കാണുന്നതും പാകിസ്ഥാനാട്ടാ. ഇന്ത്യൻ്റെ അവസാന ഗ്രാമമായിട്ടാ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ടല്ലോ നിങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ ലൈൻ ഓഫ് കൺട്രോളാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം പാകിസ്ഥാന്. ഞാൻ ഫുൾ അണ്ടർ എക്സ് സൂമിലിട്ടാട്ടോ. പാകിസ്ഥാനിലുള്ള ഓരോ വീടും ഗ്രാമങ്ങളും ഇത് അവരെ കൃഷിഭൂമിയാണ് ഈ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ റിവറാണ് ഈ ഒഴുകുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇന്ത്യൻ്റെ ലൈൻ ഓഫ് കൺട്രോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഉണ്ടോ, ഞാൻ സൂം ചെയ്ത് തരാം. ഇന്ത്യൻ്റെ ഒരു ഫ്ലാഗ് അവിടെ പാടുന്നുണ്ടാവും, ഒരു കമ്പി വേലൊക്കെ കണ്ടില്ല. അതാണ് ഇന്ത്യൻ്റെ അവസാന സ്ഥലം. അത് കഴിഞ്ഞാൽ ലൈൻ ഓഫ് കൺട്രോളാണ്. ഈ റിവറിൻ്റെ അപ്പുറം പാകിസ്ഥാൻ്റെ കൃഷിഭൂമികളാണ്. ഇതാ അവരെ റോഡും അവരെ ഗ്രാമങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. ഈ മലമുകളിൽ ഞാൻ ഈ ഫോക്കസ് ഇട്ടായി കാണുന്നത് ഇന്ത്യൻ ബങ്കറുകളാണ്. ഇത് കണ്ട, അത് മറ്റൊരു ബങ്കറാണ്. ഇന്ത്യ ഇന്ത്യൻ്റെ
അവസാനത്തെ ഫ്ലാഗാണ് ആ പാറി കളിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളവിടുന്ന് തിരിച്ചു പോന്നിട്ടാ ഈ കാണുന്ന മലൻ്റെ മുകളിലൊക്കെ പല സ്ഥലത്തായിട്ട് ഇന്ത്യൻ്റെ ബങ്കറുകളുണ്ട്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങോട്ട് നോക്കിയാൽ കാണൂല. കാരണം ഇതുപോലെയുള്ള ഉരുളൻകല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ്. അതേപോലെ മലൻ്റെ അസുഖത്തിൽ പാകിസ്ഥാൻ്റെ ബങ്കറുകളും ഉണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മൾ മറ്റേ അതിർത്തി പോലെ ഇവിടെ നമ്മൾ ആർമിക്കാരെ കാണൂല. ഈ കാണുന്ന റിവർ ഉണ്ടല്ലോ, ഇത് ഷേലേക്ക് റിവറാണ്. ഇത് സിന്ധു നദിയുടെ ഒരു കൈവഴിയാണ്. ഏകദേശം 550 കിലോമീറ്ററോളം ഇതിൻ്റെ നീളം കിട്ടാം. ഇത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കാണ് ഒഴുകുന്നത്. നമ്മളിതാ ഇന്നലെ താമസിച്ച ഇവിടെ എത്താനായിട്ടുണ്ട്. ഇത് ഫുള്ള് ബുദ്ധമത വിശ്വാസികളുടെ സ്തൂപങ്ങളാട്ടോ ഇവിടെ കാണുന്നതൊക്കെ. ബുദ്ധമത വിശ്വാസികൾ ധാരാളമുള്ളൊരു പ്രദേശമാണ് ഈ ഏരിയ.